നീ എത്ര തവണ നിന്റെ വെയിറ്റ് ചെക്ക് ചെയ്യും? ഇതെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കാം? ഇങ്ങനെയായിരിക്കും ചോദിക്കുക. ഹൗ ഓഫ്റ്റൻ ഡു യു ചെക്ക് യുവർ വെയിറ്റ്? ഹൗ ഓഫ്റ്റൻ ഡു യു ചെക്ക് യുവർ വെയിറ്റ്? എത്ര തവണ എന്ന് ചോദിക്കാനായിട്ട് നമ്മൾ ഹൗ ഓഫ്റ്റൻ എന്ന ഫ്രേസ് നമ്മൾ യൂസ് ചെയ്യുക. ക്വസ്റ്റ്യൻ ഫ്രേസ് നമ്മൾ യൂസ് ചെയ്യുക. ഇനിയിപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെ ആൻസർ ചെയ്യാൻ പറ്റും? ഇപ്പോൾ നമ്മൾ മാസത്തിലൊരിക്കലോ വർഷത്തിൽ 2 തവണയോ എന്ന രീതിയിലൊക്കെയാണ് നമ്മൾ ആൻസർ ചെയ്യാറുള്ളത്. ഇപ്പം ഞാൻ മാസത്തിലൊരിക്കലാണ് ഞാൻ വെയിറ്റ് ചെക്ക് ചെയ്യാറെന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും പറയുക? I check my weight once a month. I check my weight once a month. ഇനിയിപ്പോൾ 2 തവണയെങ്കിൽ ട്വൈസ് അല്ലേ? I check my weight twice a month. ട്വൈസ് എ മന്ത് എന്ന രീതിയിലായിരിക്കും നമ്മൾ പറയുക. അങ്ങനെയെങ്കിൽ ഹൗ മെനി ടൈംസ് എന്ന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഈ രീതിയിൽ ചോദിക്കുമ്പോൾ നമ്മൾ ഹൗ ഓഫ്റ്റൺ എന്നാണ് യൂസ് ചെയ്യുക. വളരെ കോമൺ ആയിട്ട് താങ്കൾ എത്ര തവണ വെയിറ്റ് ചെക്ക് ചെയ്യും? ഓക്കെ, നമുക്ക് അതേപോലെ തന്നെ ഹൗ മെനി ടൈംസ് എന്നും ചോദിക്കാൻ പറ്റും. ആ സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മാസത്തിൽ നീ എത്ര തവണ നോക്കും, ഒരു കൊല്ലത്തിൽ നീ എത്ര തവണ നോക്കുന്നൊക്കെ എടുത്ത് ചോദിക്കുമ്പോൾ നമുക്ക് ഹൗ മെനി ടൈംസ് എന്ന് ചോദിക്കാം. ഇങ്ങനെയായിരിക്കും അപ്പോൾ ചോദിക്കുക. ഹൗ മെനി ടൈംസ് ഡു യു ചെക്ക് യുവർ വെയിറ്റ് ഇൻ എ മന്ത്? ഹൗ മെനി ടൈംസ് ഡു യു ചെക്ക് യുവർ വെയിറ്റ് ഇൻ എ ഇയർ? എന്ന രീതിയിലൊക്കെ ആയിരിക്കും നമ്മൾ ചോദിക്കുക. ജനറലായിട്ട് സിമ്പിളായിട്ട് നീ എത്ര തവണ ചെക്ക് ചെയ്യുമെന്ന് സിമ്പിളായിട്ട് ചോദിക്കുമ്പോൾ നമ്മൾ ഹൗ ഓഫ്റ്റൻ ഡു യു ചെക്ക് എന്ന രീതിയിലും, ഒരു മാസത്തിൽ ഒരു വർഷത്തിൽ എത്ര തവണ നമ്മൾ സ്പെസിഫിക് ആയിട്ട് ചോദിക്കുമ്പോൾ ഹൗ മെനി ടൈംസ് ഡു യു ചെക്ക് യുവർ വെയിറ്റ് ഇൻ എ മന്ത് ഇൻ എ ഇയർ എന്ന രീതിയിലായിരിക്കും നമ്മൾ ചോദിക്കുക.